ഗുഡ് മോർണിംഗ്. എഴുന്നേക്കാൻ തോന്നുന്നില്ല. 3:40 അലാറം വെച്ചത്. ഇപ്പോൾ സമയം 3:51. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മായ ഫ്ലോസ്. ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ ആര്യനോ ഇന്ദ്രനോ ആരെങ്കിലും എഴുന്നേൽക്കും. അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് നേരം അങ്ങനെ കളിക്കും. പിന്നെ അവർ ഉറങ്ങാൻ വെയിറ്റ് ചെയ്യും. ഉറങ്ങിയില്ലെങ്കിൽ രക്ഷയുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അവർ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ നേരെ പോയി വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പോയി ബ്രഷ് ചെയ്യും. അതിനുശേഷം കുളിക്കാൻ പോകും. കുളിച്ച ശേഷം വിളക്ക് കൊളുത്താൻ റെഡിയാവും. പിന്നീട് വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും കേട്ടോ. സമയം കഴിയുന്നതിന് മുമ്പ് വിളക്ക് കൊളുത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ വിളക്ക് കൊളുത്തുന്നത്. ആദ്യം പുറത്താണ്, തുളസിക്കും വാതിലിൻ്റെ ഇരുവശത്തും വിളക്ക് കൊളുത്തും ആദ്യം. കാരണം എന്താ വെച്ചാൽ വെളിച്ചം കാണുന്നിടത്ത് ആദ്യം ഓടി വരുന്നത് മൂദേവിയാണ്. അതിന് ശേഷമാണ് ലക്ഷ്മി ദേവി വരുന്നത്. അപ്പോൾ പുറത്ത് കൊളുത്തിയ ശേഷം ഞാൻ വിളക്ക് അകത്ത് കൊളുത്താറ്. നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഇരുവശത്തും വിളക്ക് കൊളുത്തുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ്. കുലദേവതയുടെ പ്രീതിക്കും നാരായണൻ്റെ പ്രീതിക്കും എല്ലാത്തിനും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. കൂടുതലിത് തമിഴ്നാട്ടിലുള്ളൊരു ആചാരമാണ് കേട്ടോ. പക്ഷേ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കും അകത്തെ മണ്ഡപത്തിലെല്ലാം വിളക്ക് കൊളുത്തുന്നത്. വല്ലാത്തൊരു സന്തോഷമല്ലേ? ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാനെ വിളക്ക് കൊളുത്താൻ കഴിയുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, അത് നമുക്ക് വാക്കുകളിൽ പറഞ്ഞാൽ തീരില്ല. അത് അനുഭവിച്ചു തന്നെ അറിയണം. ഒരു ദിവസം ചെയ്തില്ലെങ്കിലോ ആ ദിവസം മുഴുവൻ പോയതായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കോ? കമൻറ്റ് ചെയ്യണത്. വിളക്ക് തെളിയിച്ച ശേഷം ഞാൻ കുറച്ചു നേരം ജപിക്കാറുണ്ട്. നിത്യം ജപിക്കുന്നതിനുള്ള ഗുണങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് അതിൽ കൂടാറില്ല. അതിനുശേഷം ധ്യാനിക്കും. കുറച്ച് നേരം ഇരുന്ന് ധ്യാനിക്കും. അത് ഞാൻ കൂടുതലും ശ്രീ രവിശങ്കർജിയുടെ ഗൈഡഡ് മെഡിറ്റേഷൻ ഇടാറ്. ചില സമയത്ത് മാത്രം സൈലൻസിൽ ധ്യാനിക്കും. ഒത്തിരി വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ ഞാൻ ചെയ്യുന്നതാണ്. മെഡിറ്റേഷന് ശേഷം കേട്ടോ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ യോഗ ആദ്യം ചെയ്യും, അല്ലെങ്കിൽ റണ്ണിങ്ങിന് ആദ്യം പോകും. ഇന്നിപ്പോൾ റണ്ണിങ്ങിനാണ് പോകുന്നത്. ഇന്ന് ഞാൻ എടപ്പള്ളി പള്ളിയുടെ ആ റൂട്ടാണ് പോയത്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ റണ്ണിങ്ങിന് അല്ലെങ്കിൽ നടക്കുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ട്രെസ്സും ആ ഫ്രസ്ട്രേഷനെല്ലാം മാറി കുറച്ചുകൂടി ആ ദിവസം നമുക്ക് ഭംഗിയുള്ളതാക്കി തീർക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഒത്തിരി. അതിപ്പോൾ എന്ത് വർക്കൗട്ടായാലും, യോഗ ആയാലും ജിമ്മായാലും റണ്ണിങ് ആയാലും വാക്കിംഗ് ആയാലും എല്ലാം അതിന് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഒരു 6:30 ആവാറാകുമ്പോഴേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തും. വന്ന ഉടനെ ഒരു ടീ കുടിക്കും. ജീരകവും ഇഞ്ചിയും മഞ്ഞളും ചെറുനാരങ്ങയും തേനും വെച്ചിട്ടുള്ളൊരു ടീ ആണത്. അതിനുശേഷമാണ് ഞാൻ യോഗ ചെയ്തതിന്ന്. സൂര്യ നമസ്കാരം ഒരു 12 റൗണ്ട് ചെയ്യും. അതിനുശേഷം കുറച്ച് വർക്കൗട്ട് ചെയ്യും. ദെൻ പത്മസാധന, അതിനുശേഷം നാഡിശുദ്ധി പ്രാണായാമം, കുറച്ച് പ്രാണായാമം കൂടി ചെയ്യും. സമയം അനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. ചില ദിവസങ്ങളിൽ ആര്യനേന്ദ്രൻ ചിലപ്പോൾ 5:30 ആകുമ്പോൾ എഴുന്നേക്കാം. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സമയമെല്ലാം നോക്കിക്കൊണ്ടാണ് ചെയ്യണം. അതിനുശേഷം ഞാൻ കിച്ചണിൽ കയറും. കിച്ചണിൽ ആദ്യം ഞാൻ ചോറുണ്ടാക്കുകയാണ് ചെയ്യാറ്. അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നോക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അരി കഴുകി ഗ്യാസിൽ വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പല ജോലികളുണ്ടാവും കേട്ടോ. അപ്പോഴാണ് വിളക്കെല്ലാം പുറത്ത് വെച്ചതെല്ലാം എടുത്ത് കഴുകി വെക്കുക. ബ്രഹ്മമുഹൂർത്ത വിളക്കെല്ലാം കഴുകി വെക്കണം. അപ്പോൾ എല്ലാ പണി ചെയ്യുന്നതിന് മുമ്പ് അത് ഞാൻ ആദ്യം ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ആര്യനേന്ദ്രൻ എഴുന്നേറ്റൊന്ന് നോക്കുക, അവരുടെ ഉറക്കം എങ്ങനെയുണ്ട് നോക്കുക, ജനലെല്ലാം തുറന്നിടുക. അത് രാവിലെ എനിക്ക് തുറന്നിടുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ കൊതുകുള്ളതുകൊണ്ട് നെറ്റില്ല കൊതുകിൻ്റെ. അപ്പോൾ നമുക്ക് തുറന്നിട്ടാൽ ഒത്തിരി കൊതുകുകൾ അകത്തേക്ക് കയറും. അതുകൊണ്ട് ഞാൻ തുറന്നിടാറില്ല. ഒരു 7 മണി കഴിയുമ്പോഴാണ് നമ്മൾ ജനലെല്ലാം തുറന്നിടുന്നത്. പണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ റൂമിൻ്റെ ജനലെല്ലാം തുറന്നിടുക, ഫ്രഷ് എയർ ശ്വസിക്കുക. ഒരു കോഫി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ, അതാണ് എനിക്ക് ഫ്രഷ് എയർ ശ്വസിക്കുമ്പോൾ കിട്ടുന്നത്.
അത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇവിടെ മോസ്കിറ്റോ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏർലി മോർണിംഗ് തുറന്നിടാറില്ല, പ്രത്യേകിച്ച് റൂമിലത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാലമാണ് കുട്ടിക്കാലം. ഒന്നും അറിയണ്ട, രാവിലെ എഴുന്നേൽക്കണ്ട, ജോലിയില്ല, പഠിക്കണ്ട, കിടന്നുറങ്ങാം, മപ്പയിടാം, ഭക്ഷണം കഴിക്കാം, എന്ത് രസമല്ല അവരുടെ ഉറക്കം കാണാനായിട്ട്. അത് കഴിഞ്ഞ് തുണി വാഷ് ചെയ്യാനിട്ടു. പിന്നീട് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഉച്ചക്കലത്തേക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് എടുത്തത്. അപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഒരു വീഡിയോക്ക് ഒരു കൊഴുപ്പിട്ടിട്ടെന്ന് വെച്ചിട്ടാണ് മുന്തിരിയും പൈനാപ്പിളും ചക്കക്കുരുവും പഴവും എല്ലാം കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ആര്യനും ഇന്ദ്രനും എഴുന്നേറ്റെന്നാണ് തോന്നുന്നത്. ഇനി അവന്മാരെ എടുത്തുകൊണ്ട് ലിവിങ് റൂമിൽ കൊണ്ടിരുത്തണം, ബ്രഷ് ചെയ്യിക്കണം. ഇതെല്ലാം അംബരീഷ് ചെയ്യിച്ചോളും. ചില സമയങ്ങളിൽ ഇവർക്ക് വാശിയുണ്ടാവും, ആര്യനല്ലെങ്കിൽ ഇന്ദ്രനെ ആദ്യം എടുക്കുമ്പോൾ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തല്ലെടുത്താൽ അധികം. അങ്ങനെ ആദ്യം ഇന്ദ്രനെ കൊണ്ടുപോയി ഇരുത്തി, അതിനുശേഷം ആര്യനെ കൊണ്ടുപോയി ഇരുത്തി. രസമാണ്. ചില സമയത്ത് നമുക്കൊരു രക്ഷയുണ്ടാവില്ല, ഭ്രാന്ത് പിടിക്കും കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡ് കുടഞ്ഞിട്ടാൽ റൂം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തന്നെ ആ ദിവസവും നല്ല ഭംഗിയായിട്ടിരിക്കും. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും കിടന്നുറങ്ങാനും മടിയും വരും എനിക്ക്. ഇന്ന് ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കിയത്. എത്രത്തോളം ശരിയായെന്ന് അറിയില്ല, അത് ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. മസാല ദോശയുടെ മസാല ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ പണ്ട് അമ്മ മരിച്ച ശേഷം കണ്ണംകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്ത് ഒരു അഗ്രഹാരത്തിൽ ഞങ്ങൾ താമസിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൻറ്റിയാണ് മസാല ദോശയുടെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പഠിപ്പിച്ചു തന്നത്. അങ്ങനെയാണ് ഞാൻ മസാല ദോശ ഉണ്ടാക്കാനും പഠിച്ചത്. അപ്പോൾ ഇന്നും മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആൻറ്റി ഓർക്കും. ഇതിനിടയിൽ ആര്യനെന്തിനും കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. എണ്ണ തേക്കുമ്പോൾ അവർ തനിയെ തേച്ചോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കയ്യിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, തനിയെ പരട്ടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എണ്ണ പറ്റിയ ശേഷം കുറച്ച് നേരം അവർ എണ്ണ പിടിക്കാനായിട്ട് കുറച്ച് നേരം നടത്തും. അങ്ങനെ അവർ ഫ്രണ്ടിൽ വെള്ളത്തിൽ കളിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കൊണ്ട് ചിടിക്കൊഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അംബരീഷ് ആണ് കുളിപ്പിച്ചെടുത്തത് രണ്ടാളെയും. എഴുന്നേൽക്കുമ്പോൾ തന്നെ രണ്ടാളെന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കും. അതിനുശേഷം ഞങ്ങളോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. അതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. രണ്ടാളും ഡേ കെയറിലേക്ക് പോകാൻ റെഡി ആവാൻ കേട്ടോ. ഭയങ്കര പണിയാണിത്. ഒരാളെ വിളിച്ചാൽ അങ്ങോട്ടോടും, ഒരാളെ വിളിച്ചാൽ ഇങ്ങോട്ടോടും. അങ്ങനെ ഒരു കണക്കിന് പിടിച്ചിരുത്തി അല്ലെങ്കിൽ കിടത്തിയാണ് നമ്മൾ ഡ്രസ്സ് ഇടിക്കാം. ഇതിനിടയിൽ ഞാൻ പല കാര്യങ്ങളും വീഡിയോ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഇവന്മാരുടെ പുറകിലുള്ള ഓട്ടപ്പാച്ചിലില്ല. ഡേ കെയറിലേക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സ് റെഡിയായി. ഇനി ഇവന്മാരുടെ ഡ്രസ്സ് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ പോയി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ യു.